ഞാൻ ചിലപ്പോൾ 60 ആൾക്കാരൊക്കെ തെറിയൊക്കെ പറയും, എന്താ കളിക്കുന്നത് ചെയ്യും. പുറത്തുള്ള ഒരാളുണ്ടെങ്കിൽ എൻ്റെ വാപ്പാൻ്റെ കൂടെ ഒക്കെ പഠിച്ച ആളായിരിക്കും. എന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെയാണ്. ഞങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ ഇതിങ്ങനെ എന്താ പറയുക, വലിയ പ്രോജക്റ്റായി. കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം. ടോക്ക് ഫ്രെയിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഒരാളല്ല, 2 പേരുണ്ട്. ടാലന്റഡ് കപ്പിൾ കൂടിയാണ്. മ്യൂസിക് ഡയറക്ടർ റിയാസ് ആൻഡ് പുള്ളിയുടെ ബ്യൂട്ടിഫുൾ വൈഫ് പ്ലേബാക്ക് സിംഗർ റിജിയ റിയാസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ തന്നെ അറിയാം പുതിയ വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാനുള്ളത്. എന്താണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ, നമ്മളെ ഒരു ഇൻഡിപെൻഡന്റ് ട്രാക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പം. ലബോസെ ആണ് ടൈറ്റിൽ ട്രാക്ക്. കണ്ടിരുന്നു, ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അത് നരേഷ് അയ്യരാണ് പാടിയിട്ടുള്ളത്. പിന്നെ കോമ്പോസിഷൻ എന്നുള്ളൊരു മേഖലയിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചെയ്ത വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഇക്ക ചെയ്ത. കാര്യം ഇക്കയാണ് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ആള്. ഞാനിതുവരെ ആ ഒരു മേഖലയിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇക്ക ചെയ്യുന്നതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളൂ, അതൊക്കെ എനിക്കറിയുള്ളൂ. അപ്പം ഒരു ചിന്ത വന്നത്, എനിക്ക് ചോദിച്ചാൽ ഇങ്ങനെ എന്തുകൊണ്ട് നിനക്ക് ചെയ്തുകൂടാ, ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ചെയ്തുകൂടാ എന്ന് വെച്ചിട്ട് അങ്ങനെ വന്നൊരു ട്രാക്കാണ്. അപ്പൊ ഇത് പാടിയത് നരേഷ് അയ്യരാണ്. നരേഷ് അയ്യർ ഞാനും കൂടി ഒരു ഡ്യൂവറ്റ് ആക്കി. ലിറിക്സ് എഴുതിയിട്ടുള്ളത് ആകാശ് ശർമ്മ എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഒരു ഫ്രണ്ടാണ്. നല്ല സിംഗറാണ്, ഒരു അടിപൊളി സിംഗറാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടുകാരനാണ്. ആകാശ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള എല്ലാ റിയാലിറ്റി ഷോസിലും അത്യാവശ്യം ഫൈനലിസ്റ്റ് ഒക്കെ ആയിട്ടുള്ള വിന്നറായിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ കൂടെയും മത്സരിച്ചിട്ടുണ്ട് സീൻ്റെ ഒരു ഷോയില്, റിയാലിറ്റി ഷോയില്, സ്വർണ്ണ ഭാരത് എന്ന് പറഞ്ഞിട്ടൊരു റിയാലിറ്റി ഷോയിൽ. അപ്പം ആകാശാണ് വരികൾ എഴുതിയിട്ടുള്ളത്, നരേഷ് അയ്യർ പാടി. നല്ല റിവ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പം 3 പാട്ടുകളാണ് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ആക്ച്വലി വെയിറ്റിംഗ് ഫോർ ദ റിലീസ്. ഇപ്പം ഈ സോങ് സത്യം ആൻഡ് സോണി മ്യൂസിക് ഇവരാണ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇവരുടെ ലേബലിലാണ് പുറത്ത് വന്നിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ 2 പാട്ട് കൂടിയുണ്ട്. അതിലൊന്ന് പാടിയിട്ടുള്ളത് രാജ ബീഗത്തിലുള്ള രാജയാണ് പാടിയിട്ടുള്ളത്. രാജയും ഞാനും കൂടി ഒരു ഡ്യുവറ്റാണ്. അതും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് സിംഗർ കൂടിയാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരാളെ പാടിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു വേറൊരു കാര്യം. അതൊരു ഭാഗ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഷെരീഫ് ഖാൻ വേറെ പാട്ട്, 3ാമത്തെ പാട്ട് ഷെരീഫ് ഖായുടെ പാട്ട് ലേബിൾ എടുത്തിട്ടുള്ളത് സരഗമ ടീമാണ്. സരഗമയിലൂടെയാണ് റിലീസ് ചെയ്യാം എന്തായാലും. പിന്നെ ഈ 2 പാട്ടുകളിലെയും വരികൾ എഴുതിയിട്ടുള്ളത് റിയാസ്കയാണ്. ഒരു ചേഞ്ചിന് മ്യൂസിഷ്യൻ എന്നുള്ള മ്യൂസിക് ഡയറക്ടർമാർ വെറുതെ എഴുതി വെക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക, ഇത് എഴുതാൻ പോണ വൈഫിന്റെ പാട്ടിന് കമ്പോസ് ചെയ്യണ പാട്ടിൽ എഴുതുമ്പോ എങ്ങനെയായിരുന്നു ആ ഒരു എന്താ പറയുക പ്രോസസ്സ് എങ്ങനെയായിരുന്നു? ഇതിനങ്ങനെ ഒരു ആക്ച്വലി അങ്ങനെ പ്രോസസ്സ് എന്ന് പറയണം. നമ്മളിങ്ങനെ ഇൻഡിപെൻഡന്റ് ട്രാക്സ് ചെയ്താലെന്ന് ആലോചിച്ചു. ഞാൻ അവളോട് വെച്ച് നിനക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. വരി ഞാനൊന്ന് ട്രൈ പണ്ട് ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ ആൽബങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അന്ന് പുസ്തകം എന്താ പറയുക പൂട്ടി വെച്ചായിരുന്നു. അപ്പം 1-2 ത്രെഡ് ഇങ്ങനെ പെട്ടെന്ന് വന്നു, അതങ്ങ് എഴുതി നോക്കി. ആക്ച്വലി ഞാൻ ലിറിക്സ് എഴുതിയതിന് ശേഷമാണ് റിജി ട്യൂൺ ചെയ്തത്. അങ്ങനെയാണ് നമ്മളെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതങ്ങനെ പോയി. ഇനിയിപ്പം ആളുകൾ നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് പാട്ട് തന്നെ ആൾക്കാർ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതെ, നരേഷിന്റെ പാട്ട് ഇപ്പം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഷെരീഫ് ഖാനെ കൊണ്ട് പാടിക്കാൻ പറ്റി. അപ്പം ഞാൻ മലബാർ സൈഡിൽ നിന്നാണല്ലോ. അപ്പം ഞങ്ങൾക്ക് അവിടെ എന്താ പറയുക, ഞങ്ങൾക്ക് അവിടെ മൊത്തത്തിൽ എന്താ പറയുക ഒരു ഇതിഹാസമായിട്ടുള്ളതും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരിൽ ഒരാളാണ് ഷെരീഫ് ഖാൻ. അപ്പോൾ ഷെരീഫ് ഖാനെ കൊണ്ട് പാട്ട് പാടിക്കാൻ പറ്റി. അത് ഈ പറഞ്ഞ പോലെ സരഗമയിൽ റിലീസ് ചെയ്യാൻ പറ്റി. എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു മലബാറിന്ന് ഒരു സോങ് സരഗമ ഇൻഡിപെൻഡന്റ് ട്രാക്ക് എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള സമയം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റ് ഓണാവാനുള്ളൊരു നിമിത്തം എന്ന് പറഞ്ഞാൽ ഷെരീഫ് ഖാണെന്ന് തോന്നുന്നു. അതായത് നമ്മളിപ്പം ചുമ്മാ ഈ പാട്ടിങ്ങനെ ചെയ്തു വെച്ചിട്ട്, ഈ പാട്ടല്ല ഷെരീഫ് ഖാൻ പാടിയൊരു സോങ്
നമ്മളിങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞപ്പം റിയാസ്ക എന്നോട് ചോദിക്കാതെ ഷെരീഫ് കാക്ക അയച്ചു കൊടുത്തു. എനിക്കൊരു ധൈര്യമില്ല ഇതൊരാളെ കേൾപ്പിക്കാനും, സത്യം പറഞ്ഞാല്. ഞാൻ പറഞ്ഞു ഇത് ആരെയും കേൾപ്പിക്കണ്ട, കുറച്ച് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പതുക്കെ നോക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ അറിയാതൊക്കെ അയച്ചു കൊടുത്തപ്പോൾ ഷെരീഫ് ഉടനെ തിരിച്ചു വിളിച്ചു, നമുക്ക് ചെയ്യണോ ഈ പാട്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ പാടാം, എപ്പോഴാ പാടണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഭയങ്കര സന്തോഷമായിട്ട്. അപ്പം ഭയങ്കര ഒരു ധൈര്യമായി. എന്നിട്ട് എൻ്റെ കയ്യിൽ ഫോൺ തരാൻ പറഞ്ഞു. എന്നിട്ട് ഫോൺ തന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ എന്തെങ്കിലുമൊക്കെ വരുള്ളൂ, എന്തെങ്കിലുമൊക്കെ നല്ലത് പുറത്ത് വരണമെങ്കിൽ നമ്മൾ മനസ്സിൽ വെക്കണ്ട, ചെയ്യാൻ തോന്നിയാൽ ചെയ്യുക. അതൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അവിടെ നിന്നാണ് പ്രോജക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഓണായത്. ഷെരീഫ് ഖാൻ നമുക്ക് എന്താ ഒരു മാൻ ബിഹൈൻഡ് എന്നൊക്കെ പറഞ്ഞ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. പിന്നെ ഷെരീഫ് ഖാൻ ഒന്നും നോക്കണ്ട, നീ ഇത് പ്രോസസ് ചെയ്ത് തന്നോ, ബാക്കി ഞാൻ ഏറ്റെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെയാണ് ധൈര്യം. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടും കൂടി ഷെരീഫ് ഖാൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് എനിക്കൊന്നും വേണ്ട എന്നൊക്കെയുള്ള ലെവലിലാണ് ഷെരീഫ് ഖാൻ നമ്മളോട് സംസാരിച്ചത്. അതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നേരത്തെ കമ്പോസിങ് ചെയ്തിട്ടുണ്ടോ അതോ ഇല്ല, പെട്ടെന്നൊരു കമ്പോസറിലേക്ക് വന്നു? അതായത് പെട്ടെന്നൊരു ദിവസം സംഭവിച്ച കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണ് കമ്പോസിംഗ് ഒക്കെ ഇത്ര അടുത്ത് കണ്ടു തുടങ്ങിയത്. അല്ലാതെ എനിക്ക് ഒരു അറിവുമില്ല ഇതിനെക്കുറിച്ച്. നമ്മളിപ്പോൾ പോകുമ്പോൾ മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു തരുന്നത് പാടും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും 1-2 സംഗതികൾ എക്സ്ട്രാ കൊടുക്കും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഇക്ക കമ്പോസ് ചെയ്യുമ്പോൾ ഇക്കാക്കും ഞാനുള്ളത് ഒരു ഹെൽപ്പാണ്. അതായത് ഇക്ക കമ്പോസ് ചെയ്യുമ്പോൾ ഒരു ഡെമോ ആരെങ്കിലും പാടി തന്നാൽ ഇക്കാക്ക് മനസ്സിലാവുമല്ലോ ഇതെങ്ങനെ വരും എന്നുള്ളത്. അപ്പം എന്നെ വിളിച്ചിരുത്തും കൂടെ. അപ്പോൾ ഇക്ക ചെയ്യുന്നത് ഞാൻ പാടി കൊടുക്കും. അങ്ങനെ ഞാൻ അടുത്തിരുന്ന് കുറേ കണ്ടു. ഇതിന്റെ ഒരു മനസ്സിലായി അങ്ങനെ. പിന്നെ 1-2 വരികളൊക്കെ ചിലപ്പം ഞാൻ അഭിപ്രായമൊക്കെ പറയാൻ തുടങ്ങി. അതെ, അതാണ് ഇത് ആക്ച്വലി ഇതിലേക്കുള്ളൊരു വേ എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് നമ്മളൊരു കൺഫ്യൂസിങ് പരിപാടികൾ അല്ലെങ്കിൽ ഒരു സ്റ്റെക്ക് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ നമ്മളോട് ചോദിക്കും ഇവിടെ നമുക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അടുത്ത സ്റ്റെപ്പിലേക്ക് എന്നൊക്കെ. അപ്പം ഒരു ചിലപ്പോൾ ചില റൂട്ടൊക്കെ പറയും. അപ്പം അങ്ങനെ അപ്പം എനിക്ക് തോന്നി ബോസിന് ഇത് പറ്റൂ എന്നുള്ളൊരു സംഭവം തോന്നി. അങ്ങനെയാണ് ഒരു ഇതിലേക്ക് വന്നത്. അങ്ങനെ ചുമ്മാ ചെയ്ത് നോക്കി. നമ്മളിപ്പോൾ ഷെരീഫ് ഖാൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോജക്റ്റിന് ഡെഫിനറ്റ്ലി നമുക്ക് ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ഒരു പ്രോജക്റ്റ് ഓണാവില്ല എന്തൊക്കെ പറഞ്ഞാലും. ഇപ്പം അത് എത്ര തന്നെ മ്യൂസീഷ്യൻസ് നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇവരൊക്കെയും ഇത് അവരുടെ ഒരു വരുമാന മാർഗം കൂടിയാണല്ലോ. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പം സംഭവം നമ്മൾ കയ്യിൽ നിന്നൊക്കെ ഇട്ട് തുടങ്ങാമെന്നൊക്കെ വിചാരിച്ച് തുടങ്ങാൻ പോയപ്പോഴും പക്ഷെ ഇത് ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റായി വരുമ്പോൾ ഒരിക്കലും നമ്മുടെ കയ്യിലൊറ്റയ്ക്ക് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമയത്ത് നമ്മളിത് എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ റൊട്ടാന എന്ന് പറഞ്ഞ റൊട്ടാന, അതെ, ഞങ്ങൾ പയ്യോടുള്ള ഖത്തറിലെ ബിസിനസ് ചെയ്യുന്ന ഒരാളുണ്ട് റസാക്ക. റൊട്ടാന പ്രധാനം ലിമോസിൽ 2 ഏക്കർ അങ്ങനത്തെ പരിപാടികളാണ്. അപ്പം റസാക്ക ഒരു ഭയങ്കര ധൈര്യം തന്നു. റസാക്ക പറഞ്ഞു എത്ര പാട്ടുണ്ട് ചെയ്യാനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 3 പാട്ടാണ്. ഞാൻ പറഞ്ഞു 3 പാട്ടില്ലെങ്കിലും ഒരു സോങ്ങിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയാൽ ഒരു അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അത്ര പ്രതീക്ഷയല്ലോ. റസാക്ക് പറഞ്ഞു 3 ചെയ്യാലോ, അതിനിപ്പോൾ എന്താന്ന് ചോദിച്ചു. എനിക്ക് ലോട്ടറി അടിച്ച പോലെ. അതെ, സീരിയസ്ലി. അപ്പം മാത്രമല്ല അപ്പം ഞാൻ പ്ലാൻഡ് അല്ല ആക്ച്വലി. ഇത് നരേഷ് പാടുന്നൊന്നും അന്നേരം അറിയില്ല. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ആയിട്ടില്ല, പക്ഷെ നമുക്കത് സ്റ്റാർട്ടപ്പ് ഇനീഷ്യൽ പരിപാടിക്ക് ഭയങ്കര ഗുണമായി നമുക്ക്. പക്ഷെ ഞങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങിയ പരിപാടിയാണ്. പിന്നെ ഇതിങ്ങനെ എന്താ പറയാ നരേഷ് അയ്യർ വന്നു, റാസ വന്നു, ഷെരീഫ് ഖാൻ വന്നു. ഷെരീഫ് ഖാൻ ആദ്യം ഇന്നായിരുന്നു, പക്ഷെ ബാക്കിയുള്ള സിംഗേഴ്സ് വന്നു. അതിന്റെ വിഷ്വലിലേക്ക് നമ്മൾ പോയി. അപ്പൊ അങ്ങനെ വലിയൊരു ബഡ്ജറ്റ്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ഇത് ഭയങ്കര ഗുണം. അതേപോലെ തന്നെ നമ്മളെ ഫോറം ഗ്രൂപ്പിന്റെ നമ്മുടെ സിദ്ദീഖ എന്ന് പറഞ്ഞ ആള്, ഫോറം ഗ്രൂപ്പിന്റെ സിദ്ദീഖ ഇസ് എ മെയിൻ. അപ്പം സിദ്ദീഖയൊന്നും എനിക്കറിയില്ല, ഞാൻ അത്രത്തോളം നേരിട്ട് കണ്ടിട്ടോ അങ്ങനെ ഒരു ഭയങ്കര പരിചയമോ ഭയങ്കര അടുപ്പമോ ഒന്നും ഇല്ല. പക്ഷെ എൻ്റെ പാട്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ച സമയത്ത് പുള്ളിയും വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്നോട് പറഞ്ഞു എന്താ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും വളരെ നല്ല സപ്പോർട്ട് തന്നു. അപ്പം മാത്രമല്ല ഈ ഒരു പ്രോജക്റ്റ് എന്തോ ഒരു ദൈവാനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു സംഭവത്തിന് ഇറങ്ങി തിരിച്ചപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അറിയാം. പക്ഷെ എവിടെ നിന്നൊക്കെയോ വാതിലുകൾ ഇങ്ങനെ തുറക്കുന്നുണ്ടായിരുന്നു. അതായത് ചെന്നൈയിൽ പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് ചെന്നൈയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വർക്ക്, വളരെ വലിയൊരു വർക്ക് എങ്ങനെയാ ചെയ്യുക, ആരൊക്കെയോ കോണ്ടാക്ട് ചെയ്യേണ്ടത്, ഇത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നരേശ്വരെ പാടിക്കണമെങ്കിലൊക്കെ
എനിക്കതൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും ചെറുതൊന്നുമല്ല, സ്വപ്നങ്ങളൊക്കെ വലുതാണ്. വലുത് കണ്ടാലല്ലേ അതെ, ഡെഫിനറ്റ്ലി. അപ്പം പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ സാമേട്ടനെയും സ്റ്റീഫൻ ചേട്ടൻ്റെ ബ്രദറാണ് സാം ദേവസി. സാമേട്ടനെയും സ്റ്റീഫൻ ചേട്ടനെയും ഒക്കെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയാതെ തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഡെഫിനറ്റ്ലി ഇങ്ങനെ ഒരു സിംഗറെ കൊണ്ട് പാടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കുറേ കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ എനിക്ക് അവർ ചെയ്തു തന്നു. അപ്പം ആ ഒരു സപ്പോർട്ടൊക്കെ ഭയങ്കര വലുതായിരുന്നു. അപ്പം ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റിൽ ദൈവാനുഗ്രഹം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ നരേഷ് ജീനെ കൊണ്ട് പാടിച്ച സമയത്ത് സാറ് ഭയങ്കരമായിട്ട് ഇപ്പം ഞങ്ങൾ മിക്സിലുള്ള സമയത്തും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും എന്തുണ്ടെങ്കിലും വിളിച്ചോ, ഏത് രീതിയിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ബൈറ്റൊക്കെ തന്നു സാറ് ഭയങ്കരമായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു പാട്ട് അത്രയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോന്നും അതും ഒരു കാരണമാവാം. ഈവൻ നമ്മൾ പാടിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞാൽ മിക്സ് കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാം, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇനി എന്തെങ്കിലും മാറ്റി പാടണമെങ്കിൽ ഞാൻ പാടിത്തരാം. പിന്നെ അതേപോലത്തെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്ത് ആക്ടിവിറ്റീസിന് എന്നെ വിളിച്ചോ ഞാനും കൂടെ നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. എല്ലാം മൂന്നാളും ഇപ്പം റാസക്കയായാലും ഷെരീഫ്ക്കായാലും എല്ലാവരും ഇങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് എന്തായി കാര്യങ്ങൾ അപ്ഡേഷൻ ഉണ്ടായെന്നുള്ളത്. ഇതിപ്പം ഇങ്ങനെ ഇതുമ്പോ വിചാരിച്ചിരുന്നു ഇന്ന ആളെ കൊണ്ട് പാടിപ്പിക്കണതൊക്കെ മനസ്സിലുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ ആക്ച്വലി ഫുൾ 2 പാട്ട് കമ്പോസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു പ്ലാനിങ്ങിലേക്ക് വന്നത്. ആര് പാടുന്നു അല്ലാണ്ട് ആര് പാടും എന്നുള്ളത് പ്ലാൻ അല്ല, ആഗ്രഹം മാത്രമായിരുന്നു. നടക്കും അറിയില്ല. നരേഷിനെ കൊണ്ട് പാടിക്കണം ഞങ്ങളൊരു ആഗ്രഹം മാത്രമായിരുന്നു, പക്ഷെ അത് നടക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്തപ്പം. പക്ഷെ പാട്ടാണ് ഞാൻ ആക്ച്വലി എനിക്കൊരു ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു, നമ്മുടെ പാട്ട് ഇഷ്ടപ്പെടുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. നരേഷിനെ എനിക്ക് പേഴ്സണലി അറിയാം, ചെറുപ്പം മുതലേ ഞാൻ കുറേ സ്റ്റീഫൻ ചേട്ടൻ്റെ ഷോസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം സ്റ്റീഫൻ ചേട്ടനോട് ഞാൻ ആദ്യം ചോദിച്ച സമയത്ത് നീ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, വെറുതെ ഇരുന്നാലും ആരും ഇങ്ങോട്ടും വരില്ല, നീ ട്രൈ ചെയ്ത് നോക്ക്, നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയാണ് ഫോണിൽ കോൺടാക്ട് ചെയ്തപ്പോൾ വാട്സപ്പിൽ ഞാൻ പാട്ട് അയച്ചു കൊടുത്തു. അതൊരു ധൈര്യമാണ് ആകെ, നമ്മുടെ കയ്യിലുള്ളത് ഇതാണ്. പാട്ട് കേട്ടപ്പം പക്ഷേ ഭയങ്കര ഹാപ്പിയായി. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ചെയ്യാം, എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും എന്നോട് സംസാരിച്ചില്ല. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് നമുക്ക് ആവശ്യം, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യത്തിന്. അപ്പം ചെന്നിട്ടും നമ്മളെനിക്ക് തോന്നുന്നു രാവിലെ സ്റ്റുഡിയോ കയറിയിട്ട് നമ്മളെ സോങ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 3 hours എടുത്തു. അദ്ദേഹം വന്നിട്ടും 3 hours എടുത്തു സ്റ്റാർട്ട് ചെയ്യാൻ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സോങ് നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യമില്ല, അദ്ദേഹത്തെ അവിടെ വന്നിട്ട് പാടിയിട്ട് പോകേണ്ട കാര്യമേ ഉള്ളൂ. അതായത് ഒരു ആദ്യമായിട്ട് മുമ്പ് റെക്കോർഡിങ്ങിനൊക്കെ വന്നതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഡെഡിക്കേഷൻ്റെ അതുകൊണ്ടായിരിക്കും പറഞ്ഞ വലിയ ആൾക്കാരുടെ കൂടെ പാടുന്നതും വലിയ ലെവലിലേക്ക് അത്രയും ഡെഡിക്കേറ്റഡാ. ഓരോ ഏരിയയും ബൂത്തുനിന്ന് പാടുക, തിരിച്ചിറങ്ങുക, കൺസോളിൽ വരിക, വീണ്ടും കേൾക്കുക, വീണ്ടും അങ്ങോട്ട് പോവുക, സ്കെയില് വീണ്ടും ഇത് തന്നെയാണോ ആക്ച്വലി പാട്ടിനോട് സ്കെയില്, അങ്ങനെ അതായത് ഓരോരോ സിംഗേഴ്സിന് ഓരോരുത്തരുടെയും ബെസ്റ്റ് ഒക്ടേവ്സ് ഉണ്ടാവും, ബെസ്റ്റ് ടോൺ കിട്ടുന്ന. അപ്പം അത് കിട്ടുന്നത് വരെ നരേഷി ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബൂത്ത് കയറും, താഴെ ഇറങ്ങും, വീണ്ടും പറയും റിജിയ ഇതല്ലാലോ. അപ്പം ഞാൻ പറയും എന്താണ് പറഞ്ഞു. അപ്പം നമ്മൾ വീണ്ടും ഇരുന്ന് പാടും, എന്നിട്ട് ഓരോരോ സ്കെയില് ചേഞ്ച് ചെയ്ത് നോക്കും. ഞാൻ ഓൾറെഡി ഒരു ബാക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്, പക്ഷെ ഡെഫിനറ്റ്ലി പുള്ളി സ്കെയില് ചേഞ്ച് ചെയ്താൽ ഞാനിത് ഫുള്ള് വന്ന് മാറ്റണം. പക്ഷെ പുള്ളി പറഞ്ഞത് ഡസൻറ്റ് മാറ്റർ, നല്ല പാട്ടാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അത്രയും ഇൻവോൾവ് ആയിരുന്നു ഈ പാട്ടിൽ പുള്ളിക്ക് അത്രയും ആ പാട്ട് ഇഷ്ടപ്പെട്ടു. മാക്സിമം പുള്ളിയുടെ കയ്യിൽ നിന്ന് കൊടുക്കണം എന്നുള്ളത്. ലേഡീസ് കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ കമ്പോസിങ് സൈഡിലേക്ക് വന്ന്. അതൊരു ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചെറുപ്പത്തിലെ പാട്ട് ഇല്ല, ചെറുപ്പം മുതൽ തുടങ്ങിയല്ലോ പാട്ട് അല്ലേ? പാടുമായിരുന്നു, ഒരു 3 വയസ്സ് മുതൽ പാട്ടൊക്കെ പഠിച്ചിട്ട്. വാപ്പിച്ചിയുടെ അടുത്താണത്. വാപ്പിച്ചി ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും. അതെ, വാപ്ചി ഭയങ്കര സംഭവം. അതായത് എനിക്ക് തോന്നുന്നു വാപ്ചിയൊന്നും ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പോലെയൊന്നും ഇപ്പോൾ എനിക്കോ റിയാസ്കാക്കോ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടോ മോന് വേണ്ടിയിട്ടോ ഒന്നും ഓടാൻ കഴിയുന്നില്ല. അവര് എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മുടെ കൂടെ നടന്ന് സ്കൂൾ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, സബ് ജില്ല സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഊണും ഉറക്കം ഒഴിച്ച് നമ്മുടെ കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇപ്പം നമ്മളെ ഒരു ബിസി ഷെഡ്യൂളിൽ അത്രത്തോളം ഒന്നും എനിക്ക് പറ്റുന്നുണ്ട് എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യാൻ. ഞാൻ അതിൽ അവരെ സമ്മതിക്കും. അന്നത്തെ കാലത്തെ പേരൻസിനെ കേട്ടോ,
ഇന്ന് എനിക്കറിയില്ല അത്രത്തോളം എല്ലാവരും നിൽക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അത് ഭയങ്കര സംഭവമാണ്. പാഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യണ പേരൻസ് ഇപ്പൊ ഇന്ന് ഇപ്പൊ കുറെ ഉന്തി തള്ളി അതെ അതെ ആ അതുണ്ട്. ഉണ്ടെങ്കിൽ കൂടിയിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷെ അത് നീ ഇപ്പൊ റിയാലിറ്റി ഷോസിനൊക്കെ പോകുമ്പോ തന്നെ എത്ര പ്രഷറാ കുട്ടികൾ എടുക്കണം. തീർച്ചയായിട്ടും അതുണ്ട്. ഇപ്പൊ ചെറുപ്പത്തിൽ ഇപ്പൊ ഫസ്റ്റ് പടം പോക്കിരി രാജ അല്ലെ? പോക്കിരി രാജയായിരുന്നു. അതൊരു 15-16 വയസ്സിൽ. 16 വയസ്സുള്ള അന്നേ പ്ലേ ബാക്ക് സിംഗർ ആയി. അത് സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടോ ആഗ്രഹിച്ചിട്ടോ, ആഗ്രഹിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പ്ലേ ബാക്ക് സിംഗർ എന്നൊന്നും പറയാൻ അത് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല ആക്ച്വലി. റിയാലിറ്റി ഷോയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എൻ്റെ വിചാരം അതൊരു വലിയ എക്സ്പോഷറാണ്. അതിനപ്പുറത്തേക്ക് ഇനിയിപ്പോൾ സിനിമ എന്നുള്ളതിനൊന്നും എത്തിപ്പിടിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. മേ ബി എത്തിപ്പിടിക്കാം, ഒരു 5-10 വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു മെച്ചോർഡ് സിംഗറൊക്കെ ആയിട്ട് നടക്കുമായിരിക്കും എന്ന് വിചാരിച്ചാൽ. ഞാൻ ഇതിനു വേണ്ടി എവിടെയും ട്രൈ ചെയ്തിട്ടുമില്ല. പിന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ആണ് കൊച്ചിൻ ഹനീഫ, എൻ്റെ ഉമ്മച്ചീൻ്റെ അങ്കിളാണ്. അപ്പം മാമ പറഞ്ഞിട്ടുമൊക്കെ ബെറ്റർ ആവട്ടെ എന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിലൊക്കെ. ഞാനും അത്ര തന്നെ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് വളരെ പെട്ടെന്ന് എനിക്ക് വന്നു ചേർന്നൊരു ടാഗായിരുന്നു അത്. പെട്ടെന്ന് ട്രാക്ക് പാടാൻ വിളിച്ചിട്ട് ഞാൻ പാടി, അത് സ്ട്രെയിറ്റ് ആയ ഒരു. റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ, അമൃത TV സൂപ്പർ സ്റ്റാറിൽ ആണ്, അതായിരുന്നു എൻ്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ. അത് കഴിഞ്ഞിട്ട് ഗന്ധർവ സംഗീതത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജാസ് ചേട്ടൻ വിളിച്ചിട്ട് ഇത് പാടാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ആ പാട്ടിന്റെ ഒരു 2 വരി. തീർച്ചയായിട്ടും ഭയങ്കര ഹിറ്റ് സോങ് അല്ലേ? കേട്ടില്ലേ കേട്ടില്ലേ എന്റെ കള്ളച്ചെറുക്കന് കല്യാണം, കേട്ടില്ലേ കല്യാണമേളം, കണ്ടില്ലേ കണ്ടില്ലേ എന്റെ ഏട്ടനൊരുക്കിയ സമ്മാനം, കനവിൽ കണ്ടൊരു മുത്താരം, കരളിൽ തകിലടിച്ചു, നെഞ്ചിൽ ഉത്സവ മത്സരമായി ഉള്ളിത്തുടി തുടിച്ചു, വന്നല്ലോ കല്യാണം അമ്പിളി ചന്ദന കിണ്ണം, നിറഞ്ഞ വെണ്ണിലാവിൽ ചിരിമഴ നനയാൻ വന്നല്ലോ കല്യാണം. കല്യാണ വീട്ടിലെ അല്ലേ? അതെ, ഭയങ്കര ഹെവി വിഷ്വൽ ഒക്കെ. ശ്രീയാശരൻ ആദ്യമായിട്ട് മലയാളത്തിൽ ഡബ് ചെയ്തൊരു ലിപ്പ് ചെയ്ത ഒരു പാട്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ ആ ഒരു അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്, പിന്നെ കാരണം അത്ര 16 വയസ്സൊക്കെ പറഞ്ഞ ചെറിയ കുട്ടിയല്ലേ. സത്യം പറഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല ആക്ച്വലി. അപ്പം ഈ പറഞ്ഞ പോലെ സ്റ്റീഫൻ ചേട്ടനും ഇങ്ങനെയുള്ളൊരു ടീമിന്റെ ചുറ്റുമാണ് ഞാൻ ഉള്ളത്. അന്നേ ഞാൻ അവരുടെ കൂടെ ലൈവ് ഷോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം പിന്നെ എൻ്റെ ഗുരുക്കന്മാരും എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തരും, യു ഷുഡ് ട്രൈ. ഇത് ആക്സിഡന്റലി സംഭവിച്ച ഒരു കാര്യമാണ്, പക്ഷെ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. അതെ, വലിയ ബിഗ് ബഡ്ജറ്റ് പടം, പൃഥ്വിരാജ്, മമ്മൂക്ക. അപ്പം പക്ഷെ ബാക്കി അങ്ങോട്ട് അത്ര എളുപ്പമായിരിക്കില്ല എന്ന് എല്ലാവരും എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഡെമോസൊക്കെ ചെയ്ത് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയൊക്കെ ഒന്ന് പോയി മീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പാട്ട് കേൾപ്പിക്കാനോ ഒക്കെ ശ്രമിച്ചു തുടങ്ങിയത്. പക്ഷെ അതിനുശേഷമുള്ള ജേണി അത്ര എളുപ്പമായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ കുറേ റിയാലിറ്റി ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്ട്രീമിൽ ഇങ്ങനെ നമ്മൾ നിന്നുപോയി. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലത്ത്. ഇന്നാണെങ്കിൽ കുറച്ച് ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് വീഡിയോസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അന്ന് അത്ര എളുപ്പമല്ല, നമ്മൾ ടി വിയിൽ തന്നെ വരണം. ഇൻഡിവിജ്വാലിറ്റി കുറവുണ്ടോന്ന് സംശയമുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് പാരലൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതെ അതെ, സോഷ്യൽ മീഡിയ തന്നെ അതിന് വലിയൊരു. ഇപ്പൊ ഞങ്ങളെന്നെ പാട്ട് ചെയ്തിട്ട് ഒരു മലബാർ സൈഡിൽ നിന്നുള്ള അങ്ങനെ കണ്ണൂർ ഷെരീഫ് പാടിയൊരു പാട്ട് ഞങ്ങൾ വെറുതെ സരിഗമക്കാർ വിളിച്ച് ട്രാക്ക് അയച്ചു കൊടുക്കുന്നു. അവരപ്പം തന്നെ റിപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ സോങ് സെറ്റാണ്, ഞങ്ങൾ എടുത്തോളാം. അപ്പം ഓപ്ഷൻസ് ഉണ്ട്, ആൾക്കാർക്ക് ധൈര്യമുണ്ട്. പണ്ടത്തെ നമ്മളാണെങ്കിൽ ഓപ്ഷനിലേക്കൊന്നും പോവില്ല. കാരണം ഇതൊക്കെ വലിയ പാൻ ഇന്ത്യൻ ബാനേഴ്സ് ആണല്ലോ, വലിയ പടങ്ങൾ, വലിയ സെറ്റപ്പ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു 3 പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 3 പടം, ടോട്ടൽ 3 പടം ചെയ്തു. ലാസ്റ്റ് ജയിലർ, മറ്റേ ധ്യാൻ ശ്രീനിവാസനും. ഫസ്റ്റ് അർജുൻ അശോകൻ നായകനായിരുന്നു, ടൂലറ്റ് അമ്പാടി ടോക്കീസ്. അതില് എനിക്ക് തോന്നുന്നു അതില് റിജിയ പാടിയുണ്ട്. അത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടില്ല? ഇല്ല, പാടുമ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് കണ്ടത്, ആദ്യമായിട്ട് ഫസ്റ്റ് കമ്പോസ് ചെയ്യണ പാട്ടില് റിജിയ വന്ന് പാടുകയാണ്. അതെ അതെ അതെ. അപ്പൊ അതിനെ നോട്ടിട്ട് വെച്ച് കാണും. ഇല്ല, പക്ഷേ ഇല്ലേ അന്ന് എനിക്ക് ഭയങ്കര ദേഷ്യം. അല്ല അങ്ങനെയല്ല. അതെ, ഞാൻ എങ്ങനെ പാടിയിട്ട് ഇയാള് സമ്മതിക്കുന്നില്ല. അതായത് ശരിയല്ല, കുറെ ടൈം എടുത്തൊക്കെ പാടി. പക്ഷെ
പുള്ളി കൺവിൻസ്ഡ് ആകുന്നില്ല. അതെനിക്ക് ദേഷ്യമൊക്കെ, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോവാൻ നേരം എന്നോട് പറഞ്ഞ് ചിലപ്പോൾ ഒന്നുകൂടി വരണ്ടിയും വരും എന്ന് പറഞ്ഞ്. അതും കൂടിയും കേട്ടപ്പോൾ എനിക്ക് അങ്ങ് പൊളിഞ്ഞ്. ഞാൻ അതുകൊണ്ടൊന്നും അല്ല, അന്നത്ര നന്നായിട്ടില്ലായിരുന്നു തോന്നുന്നു പാട്ട്. പക്ഷെ പിന്നെ ഒന്നുകൂടെ വിളിച്ചോ? ഇല്ല, പിന്നെ പാടാൻ വിളിച്ചില്ല. പക്ഷെ പിന്നെ ഇപ്പോഴാ ഞാൻ അപ്പം മൈലാഞ്ചിയിലുള്ള ടൈമായിരുന്നു ഏഷ്യാനെറ്റിൽ. എനിക്ക് മൈലാഞ്ചിയിൽ ഫിനാലേക്ക് സെലക്ഷൻ കിട്ടി എന്നുള്ളൊരു എപ്പിസോഡ് റിയാസ്ക കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വാപ്പിനെ വിളിച്ചു. വാപ്പിന്റെ കോണ്ടാക്ട് നമ്പർ ആയിരുന്നു ഉള്ളൂ. അത് വാപ്പിനെ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് പറയാൻ വിളിച്ചാണെന്ന് ഇങ്ങനെ പറഞ്ഞു. വാട്സപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ചിന്തയൊന്നും തലയിൽ വന്നിട്ടില്ല സത്യം പറഞ്ഞാല്. ഇയാള് വിളിക്കുന്നതും അതിനു വേണ്ടിയൊന്നുമല്ല. ഐ മീൻ ഇങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് അങ്ങനെയൊന്നും വിളിച്ചതെല്ലാം തോന്നുന്നു. കൺഗ്രാറ്റ്സിന് വെറുതെ വിളിച്ചതാ അങ്ങനെ. പിന്നെ അതിലെത്ര പാട്ട് പാടി? ഒരു പാട്ടോ? അതിലൊരു പാട്ടില്ലേ ഞാൻ പാടിയുള്ളൂ. ഒരു പാട്ട് പാടി. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രപ്പോസൽ എങ്ങനെയാ വന്നത്? പ്രപ്പോസൽ പിന്നീട് ഒരു കുറച്ച് ഫിനാലെയൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും വാപ്ചീനെ വിളിച്ച് ചോദിച്ചു. അപ്പോഴേക്ക് ഈ പടം റിലീസ് ആയിട്ടില്ല? ഇല്ല, റിലീസ് ആകുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞു. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. ഒരു 3 മാസത്തിനുള്ളിൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് പടം ഒരുമിച്ചായിരിക്കും പോയി കണ്ടിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് സെയിം ഫീൽഡ്. അത് ഇതൊന്നും പറയില്ല കേട്ടോ, ഇക്കാനെ വായിന്ന് ഇതിനെ കുറിച്ച് ഒന്നും വീഴില്ല. കുട്ടി മിണ്ടുന്നില്ല, എന്നെ കൊണ്ടാണ് എല്ലാം ഞാനിവിടെ ഇരിക്കണം തന്നെ. അല്ല, ഇതൊരു ഡ്രീം വർക്കിന്റെ ഭാഗമായിട്ടാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന് പറഞ്ഞ പോലെ മെയിൻ ആയിട്ടുള്ളൊരു എത്രയോ കാലം ആഗ്രഹിച്ചെന്നൊരു ഇത് മനസ്സിലെവിടെയെങ്കിലും വിചാരിച്ചിരുന്നോ ഞാനിങ്ങനെ കമ്പോസിങ്ങിലോട്ട് വരും എന്നുള്ളത്? ഞാൻ സത്യം പറഞ്ഞാല് ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ട് കൂടി ഇല്ലാന്ന് മാത്രല്ല, എന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെയാണ് സത്യം പറഞ്ഞാല്. അതായത് എൻ്റെ കല്യാണം കഴിയുന്ന സമയത്ത് ഞാൻ കുറേ ഗാനമേളകൾ ചെറുപ്പം മുതലേ ചെയ്യും. അപ്പം കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഞാൻ കനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എനിക്കിത് മടുത്തു സത്യം പറഞ്ഞാൽ. എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ലൈവ് ഷോസിൽ ഒരേ കൈൻഡ് ഓഫ് പാട്ടുകളാണ് പാടാറുള്ളത്. ഞാൻ പറഞ്ഞു എനിക്കിതല്ല വേണ്ടത്, പക്ഷെ എനിക്ക് എന്താ വേണ്ടതെന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് എൻ്റെ ഒരു കുറവായിരുന്നു, എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ മ്യൂസിക് നിർത്തിയിട്ടുള്ളൊരു ജീവിതത്തിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ട് കാലിക്കറ്റ് അവിടെ സെറ്റിലായി. അങ്ങനെയാണ് പിന്നെ ഇവിടെ അവരുടെ ഒരു രീതി ഉണ്ടല്ലോ, ഒരു മെഹഫിൽസ്, ഗസൽസ്, അങ്ങനത്തെ മെഹഫിൽസ് ആണ്, അന്തരീക്ഷത്തിൽ പോലും സംഗീതമാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഒരു മേഖല എന്ന് ഞാൻ അടുത്ത് കണ്ടത്. ഞാൻ ഒരിക്കലും അടുത്ത് അങ്ങനെ ഒരു സംഭവം നടക്കുന്നതൊന്നും കണ്ടിട്ടില്ല. അപ്പം അതൊക്കെ കണ്ടും അതിലേക്ക് പാടാനും ഒക്കെ തുടങ്ങിയപ്പോഴേക്കുമാണ് പിന്നെ അവര് വാം വെൽക്കംഡ് ആയിരുന്നു. ഒരാളങ്ങോട്ട് ചെന്നാല് ആർട്ടിസ്റ്റ് കൂടിയാണെങ്കിൽ പറയണ്ട, ഭയങ്കര വാം വെൽക്കം ആയിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ജെല്ലായി അവിടെയായിട്ട്, അവിടുത്തെ ആർട്ടിസ്റ്റുകളുമായിട്ടും മ്യൂസീഷ്യൻസുമായിട്ടും ഒക്കെ പെട്ടെന്ന് ജെല്ലായി. അങ്ങനെയാണ് പെട്ടെന്ന് ഇക്കാൻ്റെ തന്നെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സുലൈമാനി എന്ന് പറഞ്ഞൊരു ബാൻഡ്, നമ്മുടെ ഒരു ഓൺ ബാൻഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം. അതിൽ ഗസൽസും മെഹഫിൽസ് ലൈക്ക് പഴയ സൂഫി സോങ്സും പഴയ മലയാളം, ഹിന്ദി, ഖവാലി എല്ലാം പുതിയ ഫ്രഷ് ആയിട്ടുള്ള പാട്ടുകൾ എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സമാധാന ബാക്കിംഗ് ഒക്കെ ആക്കിയിട്ട് അങ്ങനത്തെ ഒരു മെഹഫിൽ മൂഡിലേക്ക് സുലൈമാനി ബാൻഡ് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ്. അങ്ങനെയാ വന്നത്. അവിടെ നിതീഷ് എന്നൊരു സിംഗർ ഉണ്ട്, കിടിലൻ സിംഗറാണ്. നമ്മളെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാറിൽ ഫൈനലിസ്റ്റ് ആയിരുന്നു. ജോബേട്ടനൊക്കെ വിന്നറായ സീസൺ, അല്ല സോറി ഫൈനലിസ്റ്റ് ആയ സീസണിന്റെ ഫൈനലിസ്റ്റ് ആയിരുന്നു. എല്ലാ ജോണർ പാടാനും എല്ലാ സ്റ്റൈല് പാടാൻ കഴിവുള്ളതാണ്. അപ്പം ഇത് ചേട്ടൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു കോൺസെപ്റ്റിന് കട്ടക്ക് കൂട്ടാൻ നിന്ന ആളാണ് പുള്ളി. പിന്നെ നമുക്ക് അവിടെ ഒബ്വിയസ്ലി നമ്മൾ ബാക്കിങ് ചെയ്യാൻ ഇപ്പം സുശാന്ത്, ഫൈസൽ, പിന്നെ വിനീഷ് ഏട്ടൻ, ലാലൂസ്, അങ്ങനെ കുറെ നല്ല ആർട്ടിസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇപ്പം ചാനൽസ് ഒക്കെ ഫുള്ളായിട്ട് വായിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പൊ അവര് ഞങ്ങളെ കൂടെ ഇതിന് അവർക്കും പേഴ്സണലി പറഞ്ഞിട്ട് അവര് കുറെ ഗാനങ്ങൾ ചെയ്യുന്നതിന്റെ ഇടക്ക് സമാധാനത്തിൽ അതെ ഒരു സ്ഥലമായി മാറി. സുലൈമാനി ബാൻഡായിട്ട് നിങ്ങൾ പുറത്തൊക്കെ ഷോസ് ചെയ്യാറുണ്ട്? നമ്മള് ലോഞ്ച് ചെയ്തത് ദുബായിലായിരുന്നു. അന്ന് പക്ഷെ നിതീഷ് ചേട്ടന് അന്ന് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അയ്യോ ആരെയാ ഇനിയിപ്പോ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരാൾ വേണമല്ലോ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിലും ബെറ്റർ ഒരു സെലിബ്രിറ്റിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് അൻവർ ഖാനെ വെറുതെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചു ഞാൻ. അൻവർക്കാക്ക് ഇങ്ങനെ ഈ സൂഫി കൈൻഡ് ഓഫ് പാട്ടുകളൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു നാല് മറ്റേ സോഫ്റ്റ് സോങ്സ് എനിക്ക് ഹാൻഡിൽ ചെയ്യാനും പറ്റും, അതും അൻവർക്ക് ഹാൻഡിൽ ചെയ്യട്ടോ.
അതിൽ വേറെ വർത്താനൊന്നുമില്ല, എന്നാലും പറയാണ്. ഒരു എനർജി കീപ്പ് ചെയ്യും പുള്ളി. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചതാ, അതിനെന്താ വരാലോ എന്ന് പറഞ്ഞു പുള്ളി, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പം അതൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെ അൻവർക്കും ഞാനും കൂടിയായിരുന്നു ദുബായ് ദേര ക്രൗൺ പ്ലാസയിൽ ലോഞ്ച് ചെയ്തു. അങ്ങനെ ഒരു നല്ല ഫംഗ്ഷൻ നടന്നു. എല്ലാ വർഷവും നിങ്ങൾ ബാൻഡായിട്ട് പോവാറുണ്ട്? കുറെ പ്രാവശ്യം പോയിട്ടുണ്ട്. പിന്നെ ഈ റിക്വസ്റ്റ് ഓഫ് സോങ്സ് ഒക്കെ വരുമോ? വരും വരും. ഏറ്റവും കൂടുതൽ വരുന്ന ഇങ്ങനത്തെ സോങ്സ് മെഹദി ഹസൻ സാബിന്റെ പാട്ടുകളൊക്കെ. പിന്നെ ഏത് സോങ് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ആൾക്കാരാണ്. പാട്ടുകള് അത്രയും പാട്ടുകൾ അറിയുകയും ചെയ്യാം, അങ്ങനല്ലോ. അപ്പം അത് വൃത്തിക്ക് പാടുകയും ചെയ്യും. അതാണ് ഇവരൊരു ബാൻഡിന്റെ പ്രത്യേകത. ഈ ആൾക്കാരുടെ ഇഷ്ടങ്ങള് എങ്ങനെ ചില സമയത്തൊക്കെ നമ്മളൊക്കെ ബാൻഡ് ഗസലിന് തുടങ്ങിയിട്ട് ലാസ്റ്റ് മറ്റേ റഹ്മാന്റെ ഫുൾ പാട്ടിലേക്കൊക്കെ മാറിയ ചരിത്രം. അതായത് പക്ഷെ ഇവർക്ക് എങ്ങനെയും ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റും. ഇഷ്ടത്തിനനുസരിച്ച് ഓഡിയൻസിനെ പിടിച്ചു നിർത്താൻ അറിയാം. അതൊരു ബ്ലെസ് ആയിട്ട് വിചാരിക്കുന്നു. പാടാറുണ്ട്. പിന്നെ ഞാൻ ബേസിക്കലി ചെറുപ്പം മുതലേ അറബിക് പാട്ടുകൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം മാത്രല്ല ഈ റിയാലിറ്റി ഷോസിലൊക്കെ വരുമ്പോ ഇത് അത്യാവശ്യമാണല്ലോ. ബേസിക്കലി ഞാൻ ട്രൈ ചെയ്തത് ഗന്ധർവ സംഗീതത്തിലായിരുന്നു. അതിലൊരു ഇങ്ങനെ എന്തോ ഒരു വേൾഡ് വൈഡ് മ്യൂസിക്കോ അങ്ങനെ എന്തോ ഒരു റൗണ്ട് ഉണ്ടായിരുന്നു. ഞാന് കുടുങ്ങി എന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴാണ് നാൻസി അജ്റാമിന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, യത്തബ് തബ് എന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ ഇത് പഠിച്ച് അപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട് ആക്ച്വലി. നമുക്ക് വേണമെങ്കിൽ ഈ റൗണ്ട് നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ ചെയ്യാം, 2 ഷെഡ്യൂൾസിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്താൽ മതി, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് എങ്ങനെയാ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എങ്ങനെയോ പഠിച്ചു കേട്ടോ. പഠിച്ചു കഴിഞ്ഞിട്ട് ഞാനിത് എങ്ങനെ പാടിയിട്ട് ഞാൻ പാടണ പോലെ വരുന്നുള്ളൂ. നാൻസി അജ്റാമിന്റെ ഒരു ടോണും സ്റ്റൈലും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഡിക്ഷനൊക്കെ പിന്നെ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ മദ്രസയും കാര്യങ്ങളും അറബിക്കും ഒക്കെ വായിൽ വഴങ്ങുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ ഈ സ്റ്റൈല് വരണല്ലോ. അപ്പം ഞാന് കുറെ സ്കിപ്പ് ചെയ്യാൻ നോക്കി. അപ്പം പ്രൊഡ്യൂസർ പറഞ്ഞു സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല, പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങി. അറ്റയറൊക്കെ എടുത്ത് നമ്മള് അതിന് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് റെഡിയായി നിന്നു. അപ്പൊ ഞാന് ജ്യോതിയേട്ടനായിരുന്നു പ്രൊഡ്യൂസർ. അപ്പം ജ്യോതിയേട്ടൻ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനത്തെ കാര്യത്തിന്. ഇപ്പോഴും അതെ, പേഴ്സണലി വളരെ സപ്പോർട്ടാണ്. ജ്യോതി വെള്ളല്ലൂർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജ്യോതിയേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എന്താടേ റെഡി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു റെഡിയാണ്, പാടി നോക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഞാൻ പാടിയതിൽ വെച്ച് ഗന്ധർവ സംഗീതത്തിൽ ഏറ്റവും ബെസ്റ്റ് മാർക്ക് കിട്ടിയ പാട്ട് അതായിരുന്നു. അതായത് ഇപ്പോഴും യൂട്യൂബിലെടുത്ത് നോക്കിയാൽ നല്ല റീച്ചുള്ള ഒരു പാട്ടാണ്. ഇപ്പോഴും എൻ്റെ പേരിൽ നോക്കിയാൽ കാണുന്ന ഏറ്റവും റീച്ചുള്ള പാട്ടുകളിൽ ഒന്നാണത്. അത് ഭയങ്കര ഒരു പേരാണ്. അയ്യോ مه كل هم الزاير دي يتبتب ودلع يقول لنا تغير دالي أنا زعل ولا مه كل هم الزاير دي قولوا أنا برضو ساعات في حالات مر زعل مر عاتل عيني من فينا أنا هل كل الأموات تعبني يا بدلعيني قولوا أنا برضو ساعات في حالات مر زعل مر قاتل عيني من فينا أنا هل كل الأموات تعبني يا بدلعيني يتبتب ودلع يا يقول أنا تغير دالي أنا زعل ولا ما كل هم زاير دي. ഇതിപ്പം UAE ചെല്ലുമ്പോ ഇപ്പോഴും എല്ലാവർക്കും ഓർമ്മയുള്ളൊരു പാട്ടാ. നമ്മളിപ്പോൾ ഒരു എന്താ പറയാ, എല്ലാ പെരുന്നാൾക്കും ഓൾമോസ്റ്റ് നമ്മൾ പുറത്താണ് ഉണ്ടാവുക. UAE അല്ലെങ്കിൽ എവിടെയെങ്കിലും GCC കൺട്രീസിൽ അധികം ഉണ്ടാവുക. നമുക്ക് നാട്ടിലങ്ങനെ പെരുന്നാളൊന്നും കിട്ടാറൊന്നുമില്ല. അപ്പം പക്ഷെ ഏത് പെരുന്നാളിൽ ചെന്നാലും ഈ പാട്ട് ഇങ്ങനെ ചോദിക്കും ആളുകൾ. അതൊരു ഭയങ്കര ബ്ലെസ് ആയിട്ട് തോന്നാറുണ്ട്. നമ്മുടെ ഒരു പാട്ടല്ലേ, എൻ്റെ സ്വന്തം പാട്ടല്ല, പക്ഷെ ഞാൻ പാടിയ ഒരു പാട്ട് ഇങ്ങനെ എല്ലാവരും ഓർത്തിരിക്കാന്ന് പറയുമ്പോൾ ഇഷ്ടാണ് തോന്നുന്നു. ഒരാള് പോരാ, അല്ല ഒരു വീട്ടിൽ ഒരാള് പോരാ. ഇല്ലില്ല, ഞാൻ ലൈവ് ചെയ്യാറില്ല.
ചെയ്തിട്ടേ ഇല്ല. ചെയ്യാറുണ്ടായിരുന്നു പണ്ട്. കല്യാണത്തിന് മുൻപ്, കുറച്ച് നാള് മുൻപ് വരെ അല്ലേ. ഇപ്പൊ സ്റ്റേജിന്റെ ഏഴകലത്ത് പോലും പോകില്ല. ഓൺലി കമ്പോസിങ് മാത്രമാണ്. കമ്പോസിങ് പിന്നെ വിളവ് ഇങ്ങനെ പോകും. ഈ കമ്പോസിന് ഇരിക്കുമ്പോ ആ കഥ വന്നിട്ട് അവരൊന്ന് പറഞ്ഞ് നെറേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണോ ഈ പാട്ടിന്റെ കമ്പോസിങ്? പിന്നെ ഒബ്വിയസ്ലി ഫിലിമിൽ അങ്ങനെ തന്നെയാണ്. പിന്നെ പരസ്യങ്ങളും ഓരോരോ മൂഡും കാര്യങ്ങളൊക്കെ പറയും. ജിംഗിൾസ് കുറച്ച് ജിംഗിൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരോ ഒരു മൂഡ് പറയും, അതിനനുസരിച്ച് നമ്മളത്. റീസെന്റ് ഞാൻ ആൽബം സോങ്സ് നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ കണ്ടു. അത് പാടി തന്നെയാണല്ലേ? അതെ, പാടി തന്നെയാണ്. അത് ചുമ്മാ വെറുതെ പാടും ചുമ്മാ അത് വെറുതെ ഇങ്ങനെ ഞങ്ങള് വെറുതെ ഒരു ഫണ്ടിന് പാടിയിട്ടത്. പാട്ട് അറിയാത്ത ഒരാൾ പാടുന്ന പോലെ അല്ല അത് ഫീൽ ചെയ്തത്. പക്ഷെ എനിക്ക് അത്യാവശ്യം പാടുമായിരുന്നു കേട്ടോ. എനിക്ക് അത്യാവശ്യം ലൈവ് ഗാനമേളകളൊക്കെ അത്യാവശ്യം ചെയ്യുന്ന ആളായിരുന്നു. പിന്നെ ഞാൻ വന്നതിന് ശേഷം പറഞ്ഞു ഒരു വീട്ടിൽ നിന്ന് ഒരാൾ വെറുപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. മോള് പാട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അവള് ഒരു ഓൾറൗണ്ടറാണ്. കുറേ കാര്യങ്ങൾ ചെയ്യും. അതായത് കീബോർഡ് പ്ലേ ചെയ്യും. കീബോർഡ് ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. പഠിക്കുന്നുണ്ട് ഇപ്പം. പിന്നെ ക്രാഫ്റ്റ് റിലേറ്റഡ് കുറേ കാര്യങ്ങൾ ചെയ്യും. ക്രോഷേ ചെയ്യും. അത്യാവശ്യം നന്നായി വരയ്ക്കും. പിന്നെ എന്തൊക്കെയാ ചെയ്യാത്തെന്ന് ചോദിച്ചാൽ മതി. അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയാറൊക്കെയുണ്ടോ കമ്പോസ് ചെയ്യുന്ന സമയത്ത്? അതൊക്കെ ഉണ്ട്. ചില പാട്ടുകൾ ഇഷ്ടമാണ്, ചില ട്രെൻഡുകൾ നമുക്ക് പറഞ്ഞുതരും. അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യണം, ഇതാണിപ്പം മറ്റേ. സത്യമാണ്. പിന്നെ അതുപോലെ തന്നെ മോനി പറഞ്ഞിട്ട് ഇപ്പത്തെ ഈ ട്രെൻഡ് സോങ് ഫുള്ള് ലിറിക്സ് പാടും. അവന് മറ്റേ റാപ്പ് ഹിപ്പ് ഹോപ്പ് ഇതിന്റെ ഒക്കെ ഫാനാ ഫുൾ. ഞാനിങ്ങനെ ഇതെങ്ങനെ ബൈഹാർട്ട് ചെയ്യുന്നു എന്നുള്ളത്, അവരത്രയും ഇൻഫ്ലുവൻസ് എന്നുള്ള സാധനം ഭയങ്കര താല്പര്യം കുറച്ചുകൂടി. പക്ഷെ എന്നാലും ഇവര് പറഞ്ഞു എന്റെ മോളൊക്കെ ഇടക്ക് ഉറങ്ങാൻ സമയത്ത് പഴയ പാട്ടുകൾ കേൾക്കുകയും ചെയ്യും. എനിക്ക് തോന്നുന്നിപ്പം കോഴിക്കോട് മാത്രമല്ല, ബാബുക്കാടൊക്കെ സോങ്സ് ഇപ്പോഴും അവർക്ക് എല്ലാ പാട്ടും അറിയാം പഴയ. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പം പഴയ പാട്ടുകളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷൻ വന്നു കഴിഞ്ഞാലൊരു, എനിക്ക് തോന്നിയിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ചുകൂടി ഇമോഷൻ കീപ്പ് ചെയ്യുന്ന കുട്ടികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മോളുടെ ഒരു കേസ് പറഞ്ഞാൽ, ഇക്കാൻ്റെ ഉപ്പ ഇപ്പം മരിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 3-ാമത്തെ വർഷം ആവുകയാണ്. അപ്പം ഉപ്പ ചെറുപ്പത്തിൽ അവൾക്ക് കൊക്കര കോഴിക്കുഞ്ഞ് പാടിക്കൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഗൾഫിൽ പോകുന്ന സമയത്തൊക്കെ ഞാൻ അവൾക്കൊരു 6 മാസമുള്ളപ്പോൾ മുതൽ അവളെ ഞാൻ ഇട്ടിട്ട് ഞങ്ങൾ ദുബായ് ഷോസിനൊക്കെ പോകുന്നതാണ്. അപ്പോൾ ഉപ്പ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കില്ല, അവൾക്ക് ഇങ്ങനെ പിടിക്കണം ഉപ്പ. എന്നിട്ട് അവൾ ഇങ്ങനെ ആട്ടണം. അത് ഉപ്പാൻ്റെ കൈയും മേലൊക്കെ അങ്ങനെ വേദന എടുക്കും. എന്നാലും പറയില്ല ഉപ്പ ആട്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ ഉപ്പ ആട്ടി കൊടുക്കുന്ന സമയത്ത് കൊക്കര പാടിക്കൊടുക്കും. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഇവളെന്നോട് പറഞ്ഞു അത് പാടിത്താ എന്ന് പറഞ്ഞു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൻ ചിലപ്പം കഥ ചോദിക്കും, കഥ പറഞ്ഞു തരുമോ അല്ല പാട്ട് പാടി തരുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ഇങ്ങനെ ഇത് പാടിക്കൊടുത്തു. ഞാൻ നോക്കുമ്പോൾ ഇവള് കരയുക. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവള് ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം, എന്താ? എനിക്ക് ഉപ്പാൻ ഓർമ്മ വന്നു നീന്നിട്ട്. അപ്പം അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടാവും എന്നുള്ളത് ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വെരി ഹിപ്പ് ഹോപ്പ് കൈൻഡ് ഓഫ് പാട്ടുകൾ മാത്രം കേൾക്കുന്ന കുട്ടികളിൽ എനിക്കറിയില്ല. ഇതൊരു റിലേറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചുകൂടി. നിങ്ങളുടെയൊക്കെ പാട്ടുകൾ ഇപ്പം റജിയ പാടുന്ന പാട്ടുകളൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇപ്പം താരാട്ട് പാട്ടുകളൊക്കെ ഒരുപാട് കേൾക്കുന്ന ആളാണല്ലോ. അതെ, ഞാനിപ്പോ ഈ ഗസൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും പഴയ മാപ്പിളപ്പാട്ടുകളോ മലയാളം പാട്ടുകളോ എല്ലാം പഠിക്കുമ്പോഴും ഒക്കെ ഇവര് കേൾക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സംഭവങ്ങൾ ഉണ്ടാവും. നേരെ മറിച്ച് വെസ്റ്റേൺ മാത്രം കേൾക്കുമ്പോൾ അവർക്ക് നമ്മുടെ ഒരു കൾച്ചറായിട്ട് ഇങ്ങനെ അല്ലേ? അതെ മേ ബി ബുദ്ധിമുട്ടുണ്ടാവും അറിയില്ല. പാട്ട് പഠിക്കുന്നുണ്ടോ? മോള് കീബോർഡാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വോക്കല് ഞാൻ വീട്ടിൽ കുറച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ബേസിക്സ് ഇപ്പം എൻ്റെ അടുത്തൊന്ന് പഠിക്കുന്നുണ്ട്. ആദ്യമൊന്നും ഇല്ല, ഇവളും ഇരിക്കാറുണ്ടായിരുന്നില്ല ആക്ച്വലി. ഇപ്പം ഞാൻ എൻ്റെ ചുറ്റിനുള്ള റിലേറ്റീവ്സ് കുറച്ച് പേരുണ്ട്. അപ്പൊ അവരുടെ മക്കളൊക്കെ വരുന്നുണ്ട് സ്ഥിരമായിട്ട്. അപ്പൊ ഇവര് വരുമ്പോ ഇവൾക്കും ഭയങ്കര ആഗ്രഹം, എന്നാ ഞാനും ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നിരിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടിന്യൂസ്ലി ഇരിക്കുന്നുണ്ട്. കർണാട്ടിക് പഠിച്ചിട്ടുണ്ട്. എത്ര വർഷം പഠിച്ചിട്ടുണ്ട്? ഹിന്ദുസ്ഥാനി ഓൾമോസ്റ്റ് ഒരു 4 ഇയേഴ്സിന്റെ അടുത്താണ് പഠിച്ചത്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇൻഫ്ലുവൻസ് പറയാനുള്ളത് ഹിന്ദുസ്ഥാനിയാണെന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഇഷ്ടം എന്ന് പറയാൻ വേണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ഈ ഗസൽ എന്നുള്ളൊരു മേഖലയിലേക്കും കൂടിയും പോകാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ആ ഒരു മേഖല ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഗുരുക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ഞാൻ കർണാട്ടിക് പഠിച്ചിട്ട് വരുന്ന ഒരു കുട്ടിയാണ് എന്നുള്ളൊരു സംഭവം എനിക്ക് അവർ ഒരിക്കലും തന്നിട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് 7 വർഷമാണ് കർണാട്ടിക് പഠിച്ചത്, കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പം എൻ്റെ ഗുരു ശ്രീ മോഹൻകുമാർ സാറ്
ഗുരുജി ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല, അതായത് അതുപോലെയല്ല ഇത് പാടണ്ടേ എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഓക്കെ, അത്രയേ ഉള്ളൂ. പക്ഷെ ബാക്കി എനിക്ക് എന്താണോ ഹിന്ദുസ്ഥാനി എന്താ പാടണ്ടേ അതേ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ളൂ. മാത്രമല്ല എനിക്ക് ഇപ്പോഴും അതെ, എൻ്റെ ലൈഫിൽ എന്തൊരു സംശയങ്ങൾ വന്നാലും അബൌട്ട് മ്യൂസിക് എന്ത് വന്നാലും എനിക്ക് ഇപ്പോഴും ഏത് പാതിരാത്രി വിളിച്ചാലും പറഞ്ഞു തരും. അത്രയും തിരക്കുള്ള ആളാണ് അദ്ദേഹം. നമ്മുടെ രമേശ് നാരായൺ സാറിന്റെ ശിഷ്യനാണ്. പക്ഷെ അടിപൊളി, ഭയങ്കര സപ്പോർട്ട്. ഈ പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെ ഹോബീസ് ഉള്ളത്? പാട്ടിലാണ് എനിക്ക് ഈ വോളിബോൾ ഇഷ്ടമാണ്. വൈകുന്നേരം 5 മണിയാകുമ്പം വിറയ്ക്കും, കൈ വിറയ്ക്കും. വോളിബോൾ ഞാൻ പറയും വിരല് വരും എന്ന് പറയും, അതാ അവസ്ഥ. ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാല് വോളിബോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ നാടിന്റെ പ്രത്യേകത അവിടെ വോളിബോളിന് ഭയങ്കര ആളുകളാണ്. ഇവരെ ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ ഇവർ കളിക്കുന്ന ടീമൊക്കെ ഇല്ലേ, ഈ പ്രായമുള്ള ആൾക്കാരൊന്നുമില്ല, വയസ്സന്മാരോടെയല്ല കളിക്കുക. പക്ഷെ അവർക്ക് എന്താ സ്പിരിറ്റ് എന്നറിയോ, വോളിബോളിന്റെ ഒരു സ്വന്തം. അല്ല, രണ്ടുണ്ട്. നമ്മളെ ജൂനിയേഴ്സും എന്റെ ജൂനിയേഴ്സും ഉണ്ടാവും, ഒരു എബോവ് 60 ഒക്കെ ഉള്ള ആൾക്കാരും ഉണ്ടാവും. പക്ഷെ എല്ലാവരും സെയിം എന്താ പറയുക വേവ് ലെങ്തിലെ കളിക്കുക. ഞാൻ ചിലപ്പോൾ 60 ആൾക്കാരൊക്കെ തെറിയൊക്കെ പറയും, എന്താ കളിക്കുന്നത് ചെയ്യും. പുറത്തുള്ള ഒരാളുണ്ടെങ്കിൽ എന്റെ പാപ്പാന്റെ കൂടെ ഒക്കെ പഠിച്ച ആളായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അത് ആ കോർട്ടിൽ മാത്രമേ ഉള്ളൂ. ഇല്ല, അങ്ങനെ മത്സരങ്ങൾക്ക് പോകുന്നില്ല. പക്ഷെ ഡെയിലി മത്സരമായിരിക്കും. ഭയങ്കര വാശി. ഇപ്പം മഴയുള്ള സമയത്ത് മാത്രം നടക്കൂല. അല്ലെങ്കിൽ അല്ല, ഞങ്ങളുടെ നാട്ടിലെ ഈ സ്പോർട്സിനും എന്റെ ഫ്രണ്ട്സുകളൊക്കെ പലർക്കും പല സ്പോർട്സിനോട് ക്രേസാ. അത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ആ സംഭവത്തിനോട് പോയിരിക്കും. ഇപ്പം ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ക്രിക്കറ്റ്, എല്ലാത്തിനും ഇപ്പം എൻ്റെ വീടിന് നേരെ മുമ്പിൽ ഫുട്ബോൾ ടർഫ് ഉണ്ട്. പിന്നെ കുറച്ച് യാത്രകൾ, വായന, നമ്മളൊരു ഗ്യാങ് ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ നാട്ടിൽ ചെറിയ 1-2 ക്ലബ്ബുകളും പരിപാടിയൊക്കെ ഉണ്ട്. ഞങ്ങളുടെ കുറച്ച് കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും.